ഇന്ന് മാനസാന്തരത്തെക്കുറിച്ചാണ് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ മാനസാന്തരം എന്താണ്? മാനസാന്തരമെന്ന് അച്ഛനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനീഷൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് എഴുതിയെടുത്തിരിക്കുന്നത് ഇതാണ്: അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. എൻ്റെ അകം മാത്രമല്ല, എൻ്റെ പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയണം. കുറച്ച് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ അച്ഛനൊരു മദ്യപാനിയാണെന്ന് വിചാരിച്ചോ? അല്ല, വിചാരിച്ചോ? ഇപ്പം അച്ഛൻ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ആ മദ്യപാനത്തിൻ്റെ മദ്യപാനം നിർത്തി, ഉള്ളിൽ നിർത്തി. അതെങ്ങനെ നിർത്തി? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മദ്യപാനം നിർത്തി. ഇനി ഞാൻ കുടിക്കത്തില്ല. പിന്നെ പുറത്ത് അത് പ്രവൃത്തിപഥത്തിലേക്ക് ഞാൻ ഉള്ളിൽ തീരുമാനിച്ചു, എന്ത്? ഞാനിനി മദ്യപിക്കത്തില്ല. രണ്ട്, പുറത്ത് ഞാൻ 100% ഞാനെടുത്ത തീരുമാനത്തോട് ദൈവിക കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറയാൻ, ഞാൻ സാധാരണ പരദൂഷണം പറയുന്ന ഒരാളാണ്. അപ്പം ഞാനവൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു, എന്ത്? ഇനി പരദൂഷണം പറയില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും വരികയാണ്. പരദൂഷണത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൂടി വരികയാണ്. അപ്പം ഞാൻ എന്താണ് ഉള്ളിൽ തീരുമാനിച്ചത് അത് പുറത്തും പ്രാവർത്തികമാക്കി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. വ്യക്തമായിട്ട് അച്ഛൻ പറയുന്നത് അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ മാനസാന്തരത്തെ കുറിച്ചുള്ളൊരു വ്യക്തിയെ കാണുന്നുണ്ട്. മാനസാന്തരത്തെ കുറിച്ച് എന്താണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് നമ്മെ പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. അത് മറ്റാരുമല്ല, സക്കേവൂസ് ആണ്. ആരാണ്? സക്കേവൂസ്. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. മാനസാന്തരം എന്ന് പറയുന്നത് അകവും പുറവും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ലൂക്കാ 19:1-10 വരെയുള്ള വാക്യങ്ങളില് സക്കേവൂസിന്റെ ഭവനത്തില് ഈശോ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് സക്കേവൂസ് പൊക്കം കുറവായിരുന്നതിനാൽ ഏത് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു? സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഈശോ സക്കേവൂസിനെ കാണുന്നു. അവർ ഇരുവരും കൂടെ നേരെ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഈശോയും സക്കേവൂസും കൂടി, രണ്ടുപേരും കൂടി സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ഈശോയുടെ സ്നേഹവും കരുണയും കരുതലും കൃപയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ സക്കേവൂസ് ഉള്ളിലൊരു തീരുമാനം എടുക്കുകയാണ്. ഉള്ളില് അതെന്ത് തീരുമാനമാണ്? ഉള്ളിലെടുക്കുന്ന തീരുമാനം എന്താ? സക്കേവൂസ് ഉള്ളിലെടുക്കുന്ന തീരുമാനം എന്താ? തീരുമാനം പറയും, മാറ്റം വരുമെന്ന് എല്ലാവർക്കും പറയാം. എന്താ ഉള്ളിൽ തീരുമാനം? എന്താ ഉള്ളിലെടുത്ത തീരുമാനം? അതാണ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി. എത്ര ഇരട്ടിയാണ്? 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കാന്നുള്ളൊരു തീരുമാനം സക്കേവൂസ് എടുക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളിലൊരു തീരുമാനം എടുക്കുകയാണ്. എന്താണ് മാനസാന്തരം? അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അപ്പൊ സക്കേവൂസ് ഉള്ളിലൊരു തീരുമാനം എടുത്തു. എന്ത്? കർത്താവേ, ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കാം. ഇപ്പൊ കർത്താവ് പറയുന്ന ഡയലോഗ് എന്താ? ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന കർത്താവ് പറയാം. സക്കേവൂസിന്റെ അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. കണ്ടോ? ഇതാണ് മാനസാന്തരം. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛനും നിങ്ങളെല്ലാവരും ഓരോരുത്തരും നിങ്ങളുടെ അകവും പുറവും ദൈവത്തിങ്കിലേക്ക് തിരിയണം.
ഞാൻ ഉള്ളിലൊരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രം മാനസാന്തരം ആയോ? അമ്മണിയമ്മേ, ഉള്ളിൽ ഞാൻ തീരുമാനം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ തീരുമാനം എടുത്തു, ആരുടെയും കുറ്റം പറയില്ലെന്ന് ഞാൻ തീരുമാനം എടുത്ത് കഥ കടച്ചു നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രവർത്തിക്കണത്, ഞാൻ എന്താണോ തീരുമാനം എടുത്തത് അത് പ്രവർത്തിക്കുമ്പോഴാണ് മാനസാന്തരം സംഭവിക്കുക. ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ തീരുമാനം എടുത്തു, പക്ഷെ ഞാൻ ആ തീരുമാനം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാനസാന്തരം സംഭവിച്ചു. എനിക്കൊരു ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട്. ഞാനത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുറത്ത് ഭാര്യയും മക്കളെയും മറ്റുള്ളവരെ കാണുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കുമ്പോൾ അത് മാനസാന്തരമായിട്ട് മാറും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അകവും പുറവും ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ഇനി അച്ഛൻ്റെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം. അതിപ്പോൾ അച്ഛനൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അച്ഛൻ മദ്യപിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ, അതുവരെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെയൊന്നും പിടിച്ചിടാൻ അച്ഛന് ഇഷ്ടമല്ല. മദ്യപിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അച്ഛൻ സ്വയം ഒരു തീരുമാനം എടുത്ത് അച്ഛനത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ഞാൻ തീരുമാനിച്ചു ഞാൻ മദ്യപിക്കുന്നില്ല, എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് എന്തുകൊണ്ടാണത്? ഞാൻ തീരുമാനിച്ചു മദ്യപിക്കൂലെന്ന്, എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ടീച്ചർ പറഞ്ഞേ, ഇന്ന് കംപ്ലീറ്റ് ഭയങ്കര സ്കോറിംഗ് ആണല്ലോ. ഇന്നെന്താ രാവിലെ കഴിച്ചത്? ഇന്ന് കംപ്ലീറ്റ് സ്കോർ ചെയ്യാണ്. ബാബുരാജേട്ടാ, നമ്മളൊക്കെ പോയിട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാലും എനിക്ക് നിവർത്തിതമാക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ, ഞാനിപ്പോൾ പരിദൂഷണം പറയില്ല, കുറ്റം പറയില്ല എന്ന് തീരുമാനിച്ചാലും എനിക്കത് നടത്താൻ പറ്റില്ല. ഞാൻ അവിശുദ്ധ ബന്ധങ്ങളിൽ കുടുങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ എനിക്ക് നടത്താൻ പറ്റില്ല. ഒരു കാര്യം കൂടി എനിക്ക് വേണം. എന്താണ് വേണ്ടത്? വചനം പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവകൃപ വേണം. എന്ത് വേണം? ദൈവകൃപ ഉണ്ടെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾക്ക് ശക്തി ഉണ്ടാവുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. എൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. എഫേസ്യൂസ് 2:8 എഴുതി വയ്ക്കുക കേട്ടോ. എഫേസ്യൂസ് 2:8, എഫേസ്യൂസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായ കൃപ ലഭിച്ചാലല്ലാതെ നമുക്കൊരിക്കലും പാപബന്ധനങ്ങളിൽ നിന്ന് കരകയറി വരാൻ സാധ്യമല്ല. ഞാൻ മദ്യപാനത്തിൽ നിന്ന് കയറി പോരണമെന്നൊരു തീരുമാനം എടുത്തു. ദൈവത്തിന്റെ മുന്നിലേക്ക് ചെന്നു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങയുടെ കൃപ തരണമേ, അങ്ങയുടെ കൃപ തരണമേ. പരദൂഷണം പറയില്ലെന്ന് തീരുമാനം എടുത്തു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ കൃപ തരണമേ. ദൈവം കൃപ തന്നു. അങ്ങനെ ഓരോ പാപങ്ങളിലും പാപബന്ധനങ്ങളിലേക്കും ദൈവത്തിന്റെ കൃപ ചോദിക്കുമ്പോഴാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും കൊന്തയല്ലാന്ന് തീരുമാനിച്ചു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? എൻ്റെ തീരുമാനം കൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? എൻ്റെ തീരുമാനം കൊണ്ട് എനിക്ക് കൊന്തമല്ലാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവകൃപ വേണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഈ പുണ്യപ്രവർത്തികൾ കൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിലെത്താൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പള്ളിയിലൊന്നും പോകില്ല, പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല, എന്നിട്ട് പറയും ഞാൻ അനാഥാലയങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പുണ്യപ്രവർത്തികൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ദൈവകൃപയാലാണ്, ദൈവത്തിന്റെ രക്ഷാകരമായ സ്നേഹത്താലാണ് സ്വർഗത്തിലേക്ക് ഓരോരുത്തർ യാത്ര ചെയ്യുക. 1 കൊറിന്തോസ് 15:10 എഴുതി വെച്ചോ. ബൈബിൾ ഇല്ലാത്തവരെ എഴുതി വെച്ചോ, ബൈബിൾ ഉള്ളവരെ എടുക്കുക. 1 കൊറിന്തോസ് 15:10, 1 കൊറിന്തോസ്
15:10. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എന്ത് നോക്കിയേ, ഈ ലോകത്തില് എനിക്ക് തോന്നുന്നു അപ്പോസ്തലന്മാരുടെ ഇടയിൽ അദ്ദേഹം 12 ശിഷ്യന്മാരുടെ ഇടയിലുള്ള ആളല്ല. എങ്കിലും കർമ്മഫലം കൊണ്ട് അപ്പോസ്തലനായിട്ട് രൂപാന്തരപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് പ്രവർത്തിച്ചത്. ഇത് എപ്പോഴും നമ്മൾ പറയണം. ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു വാക്യമാണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാവരും എന്ന് വെച്ചാൽ പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി പറഞ്ഞ നീ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകമായിട്ട് ഈ കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൃപ ലഭിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാപങ്ങളിൽ നിന്ന് ബന്ധനം കിട്ടുള്ളൂ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞാനും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ പറയാണ്, എന്ത്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്.